2022 ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുണ്ട്, വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ട് അടുത്ത വർഷം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഈ 10 വർഷം പവർ കട്ടില്ലാത്ത, വൈദ്യുതി നിയന്ത്രണമില്ലാത്ത 10 വർഷം എന്നുള്ളത് പച്ച നുണയാണ്. അതും നിങ്ങൾ ഈ സർക്കാരിന്റെ വകുപ്പിനെ കൊണ്ട് എന്റെയും താങ്കളുടെയും പണം ഉപയോഗിച്ച് എല്ലാ പത്രത്തിനും പരസ്യം കൊടുത്തിരിക്കുകയാണ്. നുണ, പച്ച നുണ. ഇലക്ഷൻ കാലത്ത് ഒരു സർക്കാർ സ്വന്തം കാലത്തെ നേട്ടങ്ങൾ ജനത്തെ അറിയിക്കും. സർക്കാരിനെ നയിക്കുന്ന മുന്നണിയും പാർട്ടികളും രാഷ്ട്രീയം സംസാരിക്കും, സ്വന്തം നേട്ടം പറയും, പ്രതിപക്ഷത്തെ വിമർശിക്കും. അതിലൊന്നും പുതുമയില്ല, തെറ്റുമില്ല, സ്വാഭാവികം. പക്ഷേ ഒരു സർക്കാരിലെ ഒരു വകുപ്പ് മുൻ സർക്കാരിന്റെ കാലത്തെക്കുറിച്ച് രാഷ്ട്രീയമായി പരസ്യവുമായി ഇറങ്ങാമോ? അതിനുള്ള അവകാശം സർക്കാർ വകുപ്പിനും അതിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടോ? ഇവിടെ പിണറായി സർക്കാരിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഈ ചോദ്യം ഇന്ന് നേരിടുന്നത്. ആ ശരിതെറ്റിന് അപ്പുറവുമുണ്ട് പ്രശ്നം. പറയുന്നത് വസ്തുതാപരമാകണ്ടേ? നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പവർക്കട്ടില്ലാത്ത 10 വർഷങ്ങളെന്നാണ് LDF കാലത്തെക്കുറിച്ച് പറഞ്ഞത്. ശരിയാണോ? അല്ലല്ലോ. 2017-ലും 2018-ലും 2022-ലും കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നിട്ടുണ്ട്. പിണറായി കാലത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനമായി ഇക്കാലയളവിൽ KSEB മാറിയെന്നും പരസ്യത്തിലുണ്ട്. ശരിയാണോ? പെൻഷൻ മുടങ്ങാതെ നൽകിയെന്ന അവകാശവാദവും ശരിയാണോ? അല്ല. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും പരസ്യം കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മുൻ സർക്കാർ മോശമാണെന്നോ, UDF സർക്കാർ മോശമാണെന്നോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് മോശമായിരുന്നുവെന്നോ, കോൺഗ്രസ് ഭരണകാലത്ത് ഭരണം മോശമായിരുന്നോ എന്നും ഈ ഒരു തരത്തിലും ഇന്നത്തെ പരസ്യത്തിൽ ഒരു പരാമർശമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുൻ സർക്കാർ മോശമാണെന്നോ, മുൻ സർക്കാർ ഇന്ന സർക്കാരാണെന്നോ, ആ സർക്കാരിന് നേതൃത്വം കൊടുത്തത് ഇന്ന പാർട്ടിയാണെന്നോ, ആ പാർട്ടിയിൽ ഇന്ന ആളുകൾ മന്ത്രിമാരായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നു, ഒന്നും ഒരു പരാമർശമില്ല. 10 വർഷം മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്ത, ആ വാർത്ത ഒരു പരസ്യത്തിന്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു തരത്തിലും നിയമപരമായിട്ടുള്ള ഒരു തെറ്റില്ല, വയലേഷൻ ഇല്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നമ്മുടെ മുന്നിൽ ചില അരുൺകുമാർ, ഇതിലിപ്പോ ഉമ്മൻചാണ്ടി കാലമാണെന്ന് എഴുതി വെച്ചിട്ടില്ല എന്നല്ലാതെ, അല്ലെങ്കിൽ 2016-ന് മുമ്പുള്ള ഭരണകാലങ്ങളാണ് എന്ന് എഴുതി വെച്ചിട്ടില്ല എന്നല്ലാതെ മറ്റെന്താണ് ഇതിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം? നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ഇപ്പൊ നോക്കൂ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ നടപടി എടുക്കും. അതല്ലേ അവരുടെ സർവീസ് കോഡ് ഓഫ് കോണ്ടക്ട്. അങ്ങനെ നിൽക്കെ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർ നയിക്കുന്ന ഒരു വകുപ്പിന് സർക്കാരിന്റെ ഫണ്ട്, എന്റെയും താങ്കളുടെയും ഒക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് മുൻ സർക്കാരിന്റെ ആ കാലം മോശമായിരുന്നു പറയാൻ പറ്റുക? അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? അല്ല, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസുകളെല്ലാം അടച്ചുപൂട്ടി, ഇനി ഞങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് തിരിച്ചുപോയി. ആ ദേശീയപാത അതോറിറ്റി തിരിച്ചു വന്ന് ദേശീയപാതയുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ഇത് യാഥാർത്ഥ്യം. 10 വർഷം മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ എന്താണ്? സ്കൂളുകൾ 2432 സ്കൂളുകൾ അടച്ചുപൂട്ടി. രാത്രി ഇരുട്ടിന്റെ മറവിൽ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിൽ സ്കൂളുകൾ അടിച്ചു തകർത്തത്, JCB ഉപയോഗിച്ചുകൊണ്ട് തകർത്തതടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? ഓണം കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു, മധ്യവേനൽ പരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥ. ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം അച്ചടിക്കാത്തതെന്ന് പറഞ്ഞ അവസ്ഥ. കുട്ടികൾക്ക് എന്തിനാ പാഠപുസ്തകം എന്ന് ചോദിച്ച അവസ്ഥ. അതാണോ ഇപ്പോ? ഇതല്ലേ രാഷ്ട്രീയ പ്രചരണം? ശ്രീ അരുൺകുമാർ, നോക്കൂ, ഈ രണ്ടാമത്തെ പേജിൽ പറയുന്ന കാര്യങ്ങൾ നോക്കൂ. അടുത്ത റൗണ്ടിൽ എനിക്ക് താങ്കളോട് തർക്കിക്കാനുണ്ട്. കാരണം വെച്ചാൽ രണ്ടാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വസ്തുതയല്ല. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണോ പറയരുത്. 2016 മുമ്പ് കേരളം ഇങ്ങനെയായിരുന്നു, ഇപ്പൊ 10 വർഷം കൊണ്ട് ഞങ്ങളങ്ങ് മലമറിച്ചു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യരും സാമാന്യ ബോധമില്ലാത്തവരോ രാഷ്ട്രീയ ബോധമില്ലാത്തവരോ അല്ല കേരളത്തിലെ ജനങ്ങളെന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്ന നുണകളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് പോലെ ലോക്കൽ ബോഡിയിൽ വലിയ തോതിലുള്ള വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കനത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം ആഞ്ഞടിച്ചു എന്ന് അവർ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഇകഴ്ത്തുന്ന രീതിയിൽ, മുൻ സർക്കാരുകളെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള പരസ്യം കൊടുക്കരുതെന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കെ അതിൽ നിന്ന് ആ സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പരസ്യം വന്നിട്ടുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. മറ്റൊന്ന്, ഈ പരസ്യത്തെ പറഞ്ഞതാ
പവർ കട്ടില്ലാത്ത കേരളം ഇവരിപ്പോ കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ പവർ കട്ടില്ലല്ലോ ഇപ്പോ. അതെന്താ കാരണം? തമിഴ്നാട്ടിൽ പിണറായി വിജയനാ ഭരിക്കുന്നത്. ഈ PRD എന്ന് പറഞ്ഞാൽ പിണറായി റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ എങ്ങനെ പവർ കട്ടില്ല, രാജ്യത്ത് മുഴുവൻ എങ്ങനെ പവർ എക്സസ് വന്നു നമ്മൾ മനസ്സിലാക്കണം. ഇത്ര ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു അറിയോ? ഞാൻ ഇതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോ കേരളത്തിൽ 2017 പവർ കട്ടുണ്ട്, 2018 പവർ കട്ടുണ്ട്, 2022 പവർ കട്ടുണ്ട്. 2017 ഈ രാവിലെ അരമണിക്കൂറും വൈകിട്ട് അരമണിക്കൂറും എന്നുള്ള തീരുമാനം ഏറ്റവും ഒടുവിൽ അത് വൈകിട്ട് 6:30-ക്കും 10:30-ക്കും ഇടയിൽ മാത്രമാക്കാൻ പൊതുജന താല്പര്യാർത്ഥം സർക്കാർ തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ട്. KSRTC കടമെടുത്താണ് ശമ്പളം കൊടുത്തത് എന്നാണ് ഒന്നാമത്തെ പേജിൽ പറയുന്നത്. രണ്ടാമത്തെ പേജിൽ പറയുമ്പോൾ ആ വസ്തുത എന്തേ പറയാത്തത്? ഇപ്പം ശരിയാണ്, കഴിഞ്ഞ 6-7 മാസമായിട്ട് കേരളത്തിൽ KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല എന്ന വാർത്തയില്ല. അതിന് മന്ത്രി അടക്കം മാനേജ്മെന്റ് അടക്കം നടപടി എടുത്തിട്ടുണ്ട്. അവർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട്. വലിയ കാര്യം. എന്ന് വിചാരിച്ച KSRTC ലാഭത്തിലാണോ? KSRTC കടമെടുപ്പില്ലാതെയാണോ? ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ. എന്ന് മാത്രമല്ല, ഈ KSEBയെ കുറിച്ച് ഒരു പരാമർശം ഇതിലുണ്ട്. കേരളത്തിൽ വെളിച്ച വിപ്ലവം, അതായത് കേരളത്തിൽ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനമായും ഇക്കാലയളവിൽ KSEB മാറി. പച്ച നുണ. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട അയ്യപ്പദാസെ. ഇത് ദേശീയപാത പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് പിണറായി വിജയൻ കരുതണ്ട എന്ന് പറഞ്ഞില്ലേ K. മുരളീധരൻ? മലയോര ഹൈവേയെ ഞങ്ങൾ എതിർക്കും, തീരദേശ ഹൈവേയെ ഞങ്ങൾ എതിർക്കും, തുരങ്കപാത ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല, ഒരു കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വിഴിഞ്ഞത്ത് വരില്ല എന്ന് പറഞ്ഞ VD സതീശനെ നമുക്കറിയാൻ പാടില്ലേ? ഞാനിത് വിശ്വസിക്കില്ല. ക്യാമറ, ജലമെട്രോ, K-ഫോൺ, അതുപോലെ സ്പ്രിംഗ്ലർ, അതുപോലെ നവകേരള സർവേ, എന്തിനാണ് ഇവരെ എതിർക്കാത്തത്? എന്റെ കർത്താവേ, ഇവന് തലയ്ക്ക് വട്ട. അത് നിങ്ങൾക്കാ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും പിന്നിൽ പോയ പഴയ കാലത്തെ കുറിച്ച് അന്വേഷിക്കാൻ, ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഞങ്ങളിത് എന്താ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കില്ലാന്ന്. മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? കൃത്യമായി നമ്മൾ വായിച്ചല്ലോ. ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ ഒരു പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോട് പറയാൻ, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. ഇത് വസ്തുതാപരമാണെന്ന് തെളിയിക്കാനുള്ള മുഴുവൻ വസ്തുതയില്ലാതെ PRD ഇത്തരത്തിലൊരു നോക്കൂ, അങ്ങനെയാണെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ട്. ശ്രീ അരുൺകുമാർ, അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ 2014 ഏപ്രിൽ 1 സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി എന്ന് എഴുതി വെച്ച് അതായിരുന്നു UDF സർക്കാരിന്റെ ആകെത്തുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ? അത് 2016 എന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഈ 2014 കണക്ക് വെച്ച് എങ്ങനെയാണ് നിങ്ങൾ ഇത് 10 വർഷം കഴിഞ്ഞപ്പോൾ മാറി എന്ന് പറയുന്നത്? ഇതിൽ ഏറെക്കുറെ എല്ലാം 2014 2014 ജൂൺ, 2014 ഡിസംബർ, 2014 ജൂൺ, 2014 മെയ്, 2014 ഡിസംബർ. ഇതിനപ്പുറത്ത് 2015 16 ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ലേ? 2016 മെയ്യിലല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയേ? അപ്പൊ ആ സമയത്തെ വസ്തുത എടുത്തു നോക്കിയാൽ ഇതൊന്നും ശരിയാവില്ല എന്നതുകൊണ്ട് ഞാൻ നേരത്തെ ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞല്ലോ, ബുദ്ധിപൂർവ്വം ഈ വന്ന സമയം അത് ഏതും ആവട്ടെ, എന്നിട്ട് അതെടുത്തിട്ട് ആ സർക്കാർ മോശമായിരുന്നു വരുത്താനല്ലേ ഈ ശ്രമം? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.